എന്താണ് ശ്രീ അനിൽ വിളയിൽ ഇത്രയും അസഹിഷ്ണുത? അസഹിഷ്ണുത കാണിക്കുന്ന ഒന്ന്, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറഞ്ഞൊരു വൺ വേ ട്രാഫിക് ആണ് എന്ന് മാത്രമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഞങ്ങൾ നന്ദഗോവിന്ദ ഭജൻസിനെ വിമർശിച്ചതല്ല, അതിനകത്തൊരു അനൗചിത്യം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഔചിത്യവും അനൗചിത്യവും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ ഹിന്ദുത്വത്തിന് വേണ്ടി ബാധിക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാർക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ശ്രീ മഞ്ജുഷ, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ പള്ളികളിലെയും ക്ഷേത്രങ്ങളിലെയും എല്ലാവിധമായ ചടങ്ങുകൾക്കും രണ്ട് തലങ്ങളുണ്ട്. അതിനൊന്നാമത്തെ അതിന്റെ റിച്വൽ പാർട്ടും രണ്ടാമത്തെ അതിന്റെ കാർണിവൽ പാർട്ടുമാണ്. എന്ന് വെച്ചാൽ ആഹ്ലാദപരമായിട്ടുള്ള കാര്യങ്ങളും ആചാരപരമായ കാര്യങ്ങളുമുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ആഹ്ലാദപരം അഥവാ കാർണിവൽ പാർട്ട് എന്ന് പറഞ്ഞ ഗാനമേള, റാസ, അതുപോലെ തന്നെ പള്ളികളിലും ക്ഷേത്രങ്ങളിലും നടക്കുന്ന സദ്യ, ഘോഷയാത്ര, ശിങ്കാരിമേളം തുടങ്ങിയവയൊക്കെ തന്നെ അതിന്റെ ആഹ്ലാദപരമായ വശങ്ങളാണ്. അതിനകത്ത് എന്ത് വേണമെങ്കിലും കാണിക്കാം, മതേതരത്വമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് രീതിയിലും ആഹ്ലാദത്തിനെ കൂട്ടാൻ വേണ്ടിയുള്ള ഏത് മെറ്റീരിയലും അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആചാരം ലംഘിക്കരുത് എന്നേ ഉള്ളൂ. ഇവിടെ ഏത് തരത്തിലുള്ള ആചാരമാണ് ലംഘിച്ചത്? എന്ത് ആചാരമാണ് ലംഘിച്ചത്? താങ്കൾ എന്നെ കൊണ്ട് പറയാൻ സമ്മതിക്കണം. ആചാരപരമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഭജന, കുർബാന, കൊയർ, ഉത്സവം, പഞ്ചവാദ്യം തുടങ്ങിയ കാര്യങ്ങൾ ആചാരപരമായ കാര്യങ്ങളാണ്. അതിനകത്ത് നോക്കൂ, ഭജന എന്ന് പറഞ്ഞ ആചാരപരമായ കാര്യമാണ്. പള്ളിയിലെ ക്രൈസ്തവ കൊയർ എന്ന് പറയുന്നത് ഒരു ആചാരപരമായ കാര്യമാണ്. ക്ഷേത്രത്തിനകത്ത് പഞ്ചവാദ്യം കൊട്ടുക എന്ന് പറയുന്ന ആചാരപരവും ക്ഷേത്രത്തിന് വെളിയിൽ ശിങ്കാരിമേളം കൊട്ടുക എന്ന് പറയുന്നത് കാർണിവൽ പാർട്ടും ആഹ്ലാദപരവുമാണ്. ഇതിനകത്തെ ആചാരപരമായ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച ചൂണ്ടിക്കാണിക്കുക. നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത്, ഭജൻസ് എന്നുള്ളൊരു പേരിട്ടു എന്ന് വെച്ച് ഇത് ക്ഷേത്രാചാരവുമായി ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു? നന്ദഗോവിന്ദം ഭജൻസ് ടീം അതൊരു ട്രൂപ്പാണ്. അതെങ്ങനെയാണ് ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് മാത്രമല്ല, ഇത് ക്ഷേത്രാങ്കണത്തിലല്ല നടന്നതും, ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് വെളിയിലാണ് നടന്നത്. അല്ല, അത് കേൾക്കൂ. ക്ഷേത്രത്തിന് വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും ഇവരൊരു ഭജന ട്രൂപ്പാണ്. ഒരു ഭജന ട്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ ആധികാരികതയും അതിൻ്റെതായ പ്രാമാണികത്വവും ഉണ്ട്. ഈ ഭജന ട്രൂപ്പിൽ പാടാൻ പോയ ആരും തന്നെ ജീൻസ് ഇട്ടിട്ടില്ലല്ലോ, ടീഷർട്ട് ഇട്ടിട്ടില്ലല്ലോ. അതിനൊക്കെ ഒരു സവിശേഷമായ ഔചിത്യം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഇവരൊരു പ്രൊഫഷണൽ ടീമാണ്. ഇവരെപ്പോഴും അല്ല, ഈ ഭജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെപ്പോഴും ഈ ഭജൻസ് എന്ന രീതിയിൽ മാത്രമല്ല, അവർ ഫ്യൂഷൻ സംഗീതമാണ് അവിടെ ആലപിക്കുന്നത്. വെറുമൊരു ഭജൻ സംഘമാണെങ്കിൽ അവർക്ക് ഇത്രയും ആരാധകരെ കിട്ടില്ലായിരുന്നു. എത്രയോ ഭജന ട്രൂപ്പുകളുണ്ട്, അവർക്കെല്ലാം ഇത്രയും വലിയ ആരാധക വൃന്ദങ്ങളെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അവർ നിലനിൽപ്പിന് പോലും കഷ്ടപ്പെടുന്നവരാണ്. ഇതങ്ങനെയല്ല നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത്. അവരൊരു ഫ്യൂഷനാണ്. അതാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ജനപ്രീതി അവർക്ക് നേടാൻ സാധിച്ചത്. അല്ലാതെ ഒരു വിഭാഗത്തിൽ മാത്രമല്ല അവർ. ശ്രീ അനിൽ വിളയിൽ അവർ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവരുമല്ല. അല്ല, ഇത് കേൾക്കൂ. ക്ഷേത്രാചാരമായി ബന്ധപ്പെട്ടൊരു ചടങ്ങ് തന്നെയാണ് ഭജന എന്ന് പറയുന്നത്. ഗാനമേളയും ഭജനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത കേരള സമൂഹത്തിലെ ആൾക്കാർ അത് മനസ്സിലാക്കുക തന്നെ വേണം. ഭജന പാടുമ്പോൾ അതിൻ്റെതായ ഔചിത്യമുണ്ട്. അത് ഗണപതിയിൽ തുടങ്ങി അവസാനം അയ്യപ്പനിലും മംഗളശ്ലോകത്തിലും അവസാനിക്കുന്ന കൃത്യമായ ഒരു കാര്യക്രമം അതിനകത്തുണ്ട്. ഇത്രയും നാൾ അവർ അങ്ങനെയാണോ ചെയ്തത്? ഇത്രയും നാൾ അവർ ഗണപതി സ്തുതിയിൽ തുടങ്ങി മംഗളം പാടി അവസാനിക്കുന്ന രീതി ആയിരുന്നുവോ ഈ ഫ്യൂഷൻ ടീമിന്റെ? എനിക്ക് തോന്നുന്നില്ല തന്നെയായിരുന്നു അവർ പാടിയിരുന്നത്. അങ്ങനെയാണ് ക്രമം. ഭജന എന്ന് പറഞ്ഞ സാമ്പ്രദായിക ഭജനയുടെ കാര്യക്രമം ഭജന അങ്ങനെയാണ്. പക്ഷെ ഈ ടീമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നന്ദഗോവിന്ദത്തെ നിങ്ങൾ ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് പറ്റിയിരിക്കുന്ന അബദ്ധം. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ ഇതിനോട് യോജിക്കുന്നില്ലല്ലോ അല്ലേ? ഇതൊരു ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെടുത്തുന്നതിനോട് താങ്കൾക്ക് പറയാൻ അവസരം തരാം. ശ്രീ ഷാബു പ്രസാദ്. അദ്ദേഹം പറഞ്ഞ ഏതാണ്ട് മുക്കാൽ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണുള്ളത്. അതായത് ആചാരപരമായ കാര്യങ്ങൾ, ഓരോ ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിൻ്റെതായ സാമ്പ്രദായികമായ ആചാര പദ്ധതികൾ ഉണ്ടാകും. ആ ആചാരപരമായ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ 100% ആ ക്ഷേത്രവുമായിട്ടും ആ ദേവതയുമായും ബന്ധപ്പെട്ട ആ ദേവതയുടെ ഇഷ്ടങ്ങളും പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങളുമൊക്കെയാണ് അവിടെ പ്രാധാന്യമുള്ളത്. ഭജന എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുക. അത് അതിന്റെ കാർണിവൽ പാർട്ട് തന്നെയാണ്. ഈ ഒരു ക്ഷേത്രത്തിലും ഇപ്പൊ പറഞ്ഞില്ല, ഈ ആചാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓരോ ക്ഷേത്രത്തിനും ഒരു ആചാരമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന ഭജന ഉണ്ടായിരിക്കണം എന്ന ഒരു സിസ്റ്റം എവിടെയും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതാണ് ആചാരം എന്ന് പറയുന്നത്. ഇത് ജനങ്ങളെ, നമുക്ക് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ ഒരു ഭക്തിയുടെ ഒരവസ്ഥയിലേക്ക് ഉയർത്തി സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് സംഭവമാണിത്.
പിന്നെ ഇവർ ഈ നന്ദഗോവിന്ദം ഭജൻസ് ഉള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ ടീമിനോട് വലിയ അപ്രീസിയേഷൻ തോന്നിയിട്ടില്ല ഒരിക്കലും. ഞാൻ ഇവരുടെ പ്രോഗ്രാംസ് നേരിട്ട് കണ്ടിട്ടുമില്ല. ഇവരൊരു വലിയ സംഭവമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടന്നപ്പോഴും അനുകൂലിച്ചു എതിർത്തും പറയാനും പോയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരോട് ഉണ്ടായിരുന്ന ഒരു മറ്റൊന്ന് ഒരു അനുകൂല മനോഭാവം എന്താ പറഞ്ഞാൽ, ഈ വേടൻ ടീമുകളൊക്കെ ഉണ്ടാക്കിയ ആ ഒരു തരം ഒരു ഹാലിളക്കുണ്ട് ഈ നാട്ടില്. ഇതിന് എതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഭക്തിയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യുവജനങ്ങളെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതിനെ നമ്മൾ വളരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ള ഭജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ മാതാമൃതാനന്ദമയി ദേവി അമ്മയുടെ അവരുടെ അതാണ് ഭജന എന്ന് പറയുന്നത്. അല്ല, ഇവരിങ്ങനെ ചെയ്തത് എന്തോ വലിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടല്ലോ. അതിനോട് താങ്കൾ അങ്ങനെ ഒരു വലിയ തെറ്റ് ഇവർ ചെയ്തു എന്നുള്ളതാണോ? ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിൽ അല്ലെങ്കിൽ പോലും ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്ന പേരിൽ ഇവർ ഇങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടാക്കുകയും അത് ഈ ഭജനകളിൽ നിന്ന് തെന്നി മാറി ക്രൈസ്തവ ഗാനങ്ങൾ പാടി അങ്ങനെ അവരെ വിമർശിക്കേണ്ടതുണ്ടോ ഇല്ലയോ? ഒറ്റ നിലപാട്. ഇല്ല, ഈ ടീം ഭജനയുടെ സാമ്പ്രദായിക രീതിയിൽ നിന്ന് മാറി അത് വലിയ ഒരു എക്സ്ട്രാവഗൻസ, ഒരു വിഷ്വൽ ട്രീറ്റ്, LED ദൃശ്യ ശബ്ദ വെളിച്ച വിന്യാസങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ആ ഒരു അന്തരീക്ഷമാണ് ഇപ്പം ഇവരുടെ ഭജന, ഇവരുടെ ഈ പ്രോഗ്രാം നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന് കേട്ടാൽ നമുക്ക് ഒരു ഫീലും ഉണ്ടാവില്ല, ഒരു ഫീൽ. അതേസമയം അമൃതാനന്ദമയി ദേവി അമ്മയുടെ ഭജന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭജന നമ്മൾ കണ്ണടച്ചിരുന്ന് നമുക്കത് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഇതെല്ലാം കൂടെ ഇതൊരു ഭജനയുടെ സാമ്പ്രദായിക രീതിയേ അല്ല ഇവരുടേത്. ലക്ഷങ്ങളാണ്, വലിയ അതികൂറ്റൻ LED വോള്, അതിഭയങ്കരമായ ശബ്ദം. ബാബു, അവരങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല കേട്ടോ. അവർക്ക് ഇത്രയും ആരാധകരെ കിട്ടിയത് അവർ ഈ രീതിയിലുള്ള അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇല്ല, അതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇതിന്റെ അകത്ത് സംഭവം കൊണ്ട് ഇവിടെ ഹിന്ദുത്വം അടിമുടി തകർന്നു വീണു, എന്തോ വലിയ അപരാധം ചെയ്തു എന്ന നിലപാട് എനിക്കില്ല. അപ്പൊ അങ്ങനെ അത് ആ സംഭവം ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അനാവശ്യമായി ഇതിന്റെ അകത്ത് കൊണ്ടുപോയി തലവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിനീതമായ നിലപാടാണ് എനിക്കുള്ളത്. ആര് ഏറ്റെടുക്കേണ്ടതില്ല എന്ന് അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട അനിൽ വിളയുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്, ശശികല ടീച്ചറുണ്ട്, കഴിഞ്ഞല്ലേ കാര്യം. ഇതിന്റെ അകത്ത് ചെന്ന് ചാടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അവർ ക്രൈസ്തവ ഗാനം പാടിയിട്ടുണ്ടെങ്കിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.